നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു പൊരിഞ്ഞ പോര് തന്നെയാണ്. ഒരു വശത്ത് കള്ളപ്പണിക്കർ, മറുവശത്ത് ഉള്ളി. ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കരെന്ന് വിളിച്ച കെ സുരേന്ദ്രന് ഉള്ളിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ തക്ക മറുപടി നൽകി. സംഘപരിവാർ നിരീക്ഷകനായി ചാനലുകളിലെത്തുന്ന ശ്രീജിത്ത് പണിക്കരുമായി നേരിട്ട് കൊമ്പുകോർക്കുകയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പണിക്കർ ആക്രി നിരീക്ഷകനും കള്ളപ്പണിക്കരുമാണ് എന്ന് കെ സുരേന്ദ്രൻ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെ പൊളിച്ച ഉള്ളിയുടെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ തിരിച്ചടിച്ചു. ഇതോടെ ഇരുവരും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരികൊണ്ടു. ശ്രീജിത്ത് പണിക്കരിട്ട പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ BJP അനുകൂലികൾ തകർത്താടുകയാണ്. ചിലർ ശ്രീജിത്ത് പണിക്കരെ പൊളിച്ചെടുക്കുന്നു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കെ സുരേന്ദ്രനാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. നിങ്ങൾ മാത്രമല്ല, ചില ആക്രി നിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്നു പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം ശ്രമിച്ചുവെന്ന്. ഉന്നം വെച്ചത് ശ്രീജിത്ത് പണിക്കരെ തന്നെ. വൈകുന്നേരം ചാനലുകളിൽ വന്നിരിക്കുന്ന കള്ളപ്പണിക്കരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നതും എന്ന് കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. ഇതിന് പിന്നാലെയാണ് ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന ചിത്രത്തിനൊപ്പം ശ്രീജിത്ത് പണിക്കർ നൽകിയ കട്ട മറുപടി. സുരേന്ദ്രന് ശ്രീജിത്ത് പണിക്കർ നൽകിയ മറുപടി ഇങ്ങനെ: പ്രിയപ്പെട്ട ഗണപത ഭട്ടജി, നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് ഇട്ടുകാലി മമ്മൂഞ്ച് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ 10-1 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഒരു MPക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ 3 ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ? രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട്. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലല്ലോ. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശ് പോകും. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ, സന്തോഷം. പണിക്കർ. ചിത്രം ചെറിയ ഉള്ളി തൊലിയുരിച്ചത്. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിന് താഴെ കൈപ്പള്ളി വിഷ്ണുനാരായണൻ അടക്കം പലരും രംഗത്തെത്തുന്നു. ചിലർ സുരേന്ദ്രന് വേണ്ടിയാണ് ശ്രീജിത്ത് പണിക്കരെ വട്ടം പിടിക്കുന്നത്. ഓൺലൈൻ സംഖ്യകളുടെ കയ്യടിയുണ്ട് എന്ന് കരുതി സംഘടനയുടെ തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയും അവസാന വാക്കും അടിവരയുമൊക്കെ താങ്കളാണെന്നൊരു തോന്നലൊക്കെ നല്ലതല്ല. പൊതുവെ മാന്യനെന്ന മുഖംമൂടിയുള്ളവർക്ക് കുത്തിത്തിരിപ്പും അനാവശ്യങ്ങളും പടച്ചുവിട്ട് പ്രചരിപ്പിക്കാൻ കഴിവേറെയാണ്. കൃത്യമായ ആക്രമണമാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർക്ക് നേരെ BJPയിലെ ചില പ്രവർത്തകരും നേതാക്കളുമൊക്കെ തൊടുക്കുന്നത്. എന്തുമായി കളയാം എന്ന ധാരണയൊക്കെ മോശമാണ് കേട്ടോ എന്നാണ് അവർ ശ്രീജിത്ത് പണിക്കരോട് പറയുന്നത്. സുരേഷ് ഗോപി എന്നല്ല, കേരളത്തിൽ BJPയുടെ പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായാൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും വിജയമാണ് എന്ന് ചിലർ ശ്രീജിത്ത് പണിക്കരെ ഓർമ്മപ്പെടുത്തുന്നു. ഗണപതി വട്ടത്തെക്കുറിച്ചും അവർക്ക് ശ്രീജിത്ത് പണിക്കരെ ഉപദേശിക്കാനുണ്ട്. രാമക്ഷേത്രം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ ഗണപതി വട്ടവുമെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. പാർട്ടിക്കുള്ളിലില്ലാത്ത വിള്ളലുകൾ കൃത്രിമമായി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് താങ്കളെന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. പാർട്ടിക്ക് മുകളിലേക്ക് വളരരുത് എന്നാണ് അവർ ശ്രീജിത്ത് പണിക്കരെ ഉപദേശിക്കുന്നത്. നാളിതുവരെ ഒരു നിരീക്ഷകന്മാരുടെയും തണലിലല്ല ഈ പാർട്ടി വളർന്നത്. ഇനി മുൻപോട്ടും അങ്ങനെ തന്നെയാകും. തന്നെ വിമർശിക്കാൻ എത്തുന്നവരോട് ഓടണ ഊളകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ വീണ്ടും കളന്നിറയുന്നത്. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കള്ളപ്പണിക്കരാണെന്ന് ഓർത്തില്ലേ എന്ന് കെ സുരേന്ദ്രനോട് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് കൃത്യമായി തന്നെ. ശ്രീജിത്ത് പണിക്കർക്ക് സീറ്റ് ഓഫർ വരെ കെ സുരേന്ദ്രൻ നൽകി എന്ന് ശ്രീജിത്ത് പണിക്കർ തുറന്നടിക്കുന്നു. സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇരുകൂട്ടരും പരസ്പരം നടത്തുന്നത്. പരസ്പരം ചെളിവാരി എറിയുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന് പിന്നിൽ പാർട്ടിയാണ് എന്ന് പറയാൻ ശ്രീജിത്ത് പണിക്കർ തയ്യാറല്ല. പകരം സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃഘടകം വരെ പ്രവർത്തിച്ചിരുന്നു എന്ന ചില വിമർശനങ്ങളെ ശരിവയ്ക്കുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ. മുൻപും സുരേഷ് ഗോപിയുമായി ചേർത്ത് ചില വിവാദങ്ങൾ വളർന്നിരുന്നു. സുരേഷ് ഗോപി കേരളത്തിലെ പാർട്ടിക്ക് മുകളിൽ വളരുന്നത് സഹിക്കാൻ കഴിയില്ല കേരള നേതൃത്വത്തിന്. അതിനെതിരെ നിരന്തരം വിമർശനങ്ങൾ കേട്ടിരുന്നു കെ സുരേന്ദ്രനും കൂട്ടരും. കേരളത്തിലെ ഗ്രൂപ്പ് പോര് തന്നെയാണ് എക്കാലത്തും BJPക്ക് ശാപമായി മാറിയത്. ഒടുവിലിപ്പോൾ ഗ്രൂപ്പ് പോരിൻ്റെ ഉച്ചസ്ഥായിയിലായിരിക്കുന്നു ആ സംസ്ഥാന നേതൃത്വം.
കെ സുരേന്ദ്രന്റെ കാലാവധി അവസാനിക്കുന്നു. ഇനി കേരളത്തിലെ BJP അധ്യക്ഷൻ ആരായിരിക്കും എന്ന ചോദ്യമാണ് ഇവിടെ ശക്തമാകുന്നത്. ശോഭാ സുരേന്ദ്രനാണ് ചിലർ കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത്. ആലപ്പുഴയിലെ മിന്നുന്ന തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് ശേഷം ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം എന്തോ കാര്യമായി വെച്ച് നീട്ടുന്നുണ്ട് എന്ന തോന്നലാണ് പൊതുവെ ഉള്ളത്. ശോഭാ സുരേന്ദ്രനെ തന്നെ സംസ്ഥാന BJPയുടെ നേതൃസ്ഥാനം ഏൽപ്പിക്കും എന്ന പ്രതീക്ഷയാണ് പൊതുവെ ശോഭാ സുരേന്ദ്രൻ ക്യാമ്പിലുള്ളതും. കേരളത്തിൽ നേതൃമാറ്റമുണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ MD രമേശിനെയോ പരിഗണിച്ചേക്കും. ഈ വാർത്തകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം. ഇനി V മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ചിലർ പറയുന്നു. സാധ്യതകൾ കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് ശോഭാ സുരേന്ദ്രന് തന്നെ. BJPയുടെ C ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ച് അതിനെ A ക്ലാസ് മണ്ഡലമായി ഉയർത്തിയെടുത്തതാണ് ശോഭാ സുരേന്ദ്രന്റെ പൊൻതൂവൽ. നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലമാക്കി വളർത്തിയെടുത്ത അതേ ശക്തിശാലി തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയെ ഒരു അത്ഭുത ആലപ്പുഴയാക്കി BJPക്ക് മാറ്റിക്കൊടുത്തതും. ഒടുവിലിപ്പോൾ കെ സുരേന്ദ്രനെതിരെ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ തിരിയുന്നു. നേരത്തെ തന്നെ നിരവധി വിവാദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ടുഴലുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഒരിക്കൽ ഉള്ളി വിവാദം തുടങ്ങി എത്രയെത്ര കഥകൾ. എന്നാൽ ശ്രീജിത്ത് പണിക്കർ കൂടി തിരിയുന്നതോടെ സുരേന്ദ്രന് കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഇനി ഏതായുധം കൊണ്ടാവും ശ്രീജിത്ത് പണിക്കരെ കെ സുരേന്ദ്രൻ തിരിച്ചടിക്കുന്നത്? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.